നട്ടപ്പാതിരയ്ക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? അങ്ങനെ ഉണ്ടാക്കുന്നേ, അല്ലാതെ പിന്നെ. അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബിരിയാണി കറിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഏകദേശം രാത്രി വൈകി കാണും, അപ്പോഴാണ് ഒരു ബിരിയാണി കഴിക്കാൻ പൂതി വന്നത്. നമ്മളിപ്പോഴത്തെ ട്രെൻഡല്ലേ, ചായ കുടിക്കാൻ തോന്നിയാൽ അങ്ങ് കന്യാകുമാരി പോയിട്ടോ, അല്ലെങ്കിൽ ദൂരെ പോയി ചായ കുടിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുക, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ നമ്മൾ പാലക്കാട്ടുകാർ കോഴിക്കോട് പോവുക. എന്തായാലും അത്രയ്ക്കൊന്നും പോയില്ല. കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം കയ്യിലുണ്ടായിരുന്നു. ഇല്ലാതിരുന്നത് കാഷ്യൂനട്ടും ദെൻ ഉണക്കമുന്തിരി ആയിരുന്നു കേട്ടോ. എന്താ ഉണക്കമുന്തിരിയെ പറയുക, ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് ഇവിടെ ആയിക്കഴിഞ്ഞു. ദെൻ ചിക്കൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് ചില്ലിയാക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. എന്തായാലും അതെടുത്ത് ഞാൻ ഓരോന്നായി പൊരിച്ചു. ചിക്കൻ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ ഫ്ലേവർ കുറയുമെന്നൊക്കെ ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എനിവേ കയ്യിലുള്ളത് വെച്ച് ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് കരുതിയിട്ട് ഞാനതങ്ങനെ. നമ്മൾ ബിരിയാണിക്കഥ പറയുമ്പോഴേ എനിക്കൊരു പാട്ട് ഓർമ്മ വരും കേട്ടോ. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം. അതെന്തിനാ ഇവിടെ പാടിയെന്നല്ല കേട്ടോ. ഒരു യുഗം എന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ബിരിയാണി കിട്ടാൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ പെരുന്നാളിനൊരിക്കൽ. ഇപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാൾ, ദെൻ വലിയ പെരുന്നാൾ, അങ്ങനെ 2 പെരുന്നാളിനൊക്കെ ബിരിയാണി കിട്ടിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ ആഘോഷമാണ്. അതുകൊണ്ട് ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്ന് കാണുവാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയി തോന്നി, അതുകൊണ്ടൊന്ന് പാടിയതാണ് കേട്ടോ. എന്തായാലും മസാലയൊക്കെ റെഡിയാക്കിയെടുത്തു. പൊരിച്ചെടുത്ത ചിക്കൻ അതിലേക്കായിട്ട് ഇട്ട് കൊടുത്തു. ദെൻ റൈസ് അതിൻ്റെ മേലെ ദമ്മിടുകയാണേ. ദമ്മിടൽ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ബിരിയാണി ഉണ്ടാക്കുക? എല്ലാവർക്കും അവരവരുടേതായൊരു രീതിയിലേ. ഈ തലശ്ശേരി ബിരിയാണി വയ്ക്കുമ്പോഴേ ഞാൻ എപ്പോഴും ലൈലുത്താൻ ആലോചിക്കാറുണ്ട് കേട്ടോ. ലൈലുത്ത വയ്ക്കുന്ന ബിരിയാണി മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. തലശ്ശേരിക്കാരിയാണേ. എന്തായാലും അടിപൊളി ബിരിയാണി ആയിരിക്കും ലൈലുത്ത വെച്ച് കഴിഞ്ഞാൽ. ഇടയ്ക്കൊക്കെ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിടൽ പ്രോസസ്സ് കഴിഞ്ഞു. അത് വെച്ച് ഏകദേശം റെഡിയായി കഴിഞ്ഞു കേട്ടോ. കാണുമ്പോൾ തിരക്കേടില്ലാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യണേ. എന്തായാലും ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പിടി ആരംഭിക്കലാമാ. ഇതെന്താ ഇടയ്ക്ക് നാഗവല്ലി കയറിയെന്ന് വിചാരിക്കണ്ട, കുറച്ച് തമിഴൊക്കെ അറിയാം കേട്ടോ. എന്തായാലും തലേ ദിവസം വലിച്ചു വെച്ച ഒരു ഇല ബാക്കി ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ആ ഇലയിൽ ചൂട് ബിരിയാണിയും തൈരും അച്ചാറും ഒക്കെ സേവ് ചെയ്തു ആസ്വദിച്ച് കഴിച്ചു കേട്ടോ മക്കളെ. അടിപൊളിയാണ് ചൂട് ബിരിയാണി ഇലയിൽ കഴിക്കുന്നതിൻ്റെ ഒരു ഫീൽ കേട്ടോ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.